ജോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിസിയ. പോകുന്നത് ഒരു അംബ്രല്ല കട്ട് ഫ്രോക്കാണ്. അപ്പോൾ ആ ഫ്രോക്ക് മാത്രമല്ല, അതിലെ നെക്കില് ചെറുതായിട്ടുള്ളൊരു ഡിസൈൻ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതും ആ കഴിഞ്ഞിട്ടുള്ള ആ ഫ്രോക്ക് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അവർക്കൊരു ഹൽദി ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തൊരു ഫ്രോക്കാണ്. ഞാനിവിടെ നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് അളവിൽ. എന്നിട്ട് ഇവിടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ട് നെക്കാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഡിസൈൻ വരച്ചിരിക്കുകയാണ്. കൈകൊണ്ട് ഞാൻ ഇലകളും പൂക്കളും വരുന്ന പോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഫ്ലവറിന് ഒരു റൗണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ 5 നമ്മൾ അതിനൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇതിൽ നമ്മൾ കൊടുക്കുന്നത് റിബൺ എംബ്രോയിഡറി ആണ്. അപ്പോൾ ഇതേപോലെ 1/2 ഇഞ്ച് വീതിയുള്ള റെഡ് കളർ റിബൺ വെച്ചിട്ടാണ് നമ്മൾ ആ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇതേപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് ആവശ്യമുണ്ട്. ഗ്രീൻ കളർ ലീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇത് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് സാധാ സൂചി എടുത്തിട്ട് അതിൽ റെഡ് കളറിലുള്ള ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ആ വരച്ചതിലൂടെ ഒരു സിമ്പിൾ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുത്തിയെടുക്കുമ്പോൾ കുറച്ച് പുറത്തേക്കായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ആ നമ്മൾ വരച്ചത് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ആ വരച്ചതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കുത്തിയെടുക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആ വരച്ച 5 ഇതിലൂടെ നമ്മൾ ഒരു സിമ്പിൾ സ്റ്റിച്ച് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ റെഡ് കളറ് റിബൺ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഇതേപോലെ കുറച്ച് വലിയൊരു നീഡിലെടുത്തിട്ടുണ്ട്. അതിൽ 1/2 ഇഞ്ച് വീതിയുള്ള റെഡ് റിബൺ കോർത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ പറയുന്ന പേര് സ്പൈഡർ വെബ് റോസ് എന്നാണ്. അപ്പോൾ ഇതേപോലെ നേരത്തെ നമ്മൾ കോർത്തെടുത്ത നീഡിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഭാഗത്തിനോട് വളരെ ചേർന്ന് കുത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ടൈറ്റ് ഉണ്ടായിരിക്കും റിബൺ ആയതുകൊണ്ട് തന്നെ. ഇനി നേരത്തെ നമ്മൾ കൊടുത്ത 2 സ്റ്റിച്ചിൻ്റെ നടുവിലായിട്ടാണ് നമ്മളത് മുകളിലേക്ക് കുത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ എടുക്കുകയാണ്. ഓക്കെ, അടുത്ത സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നമ്മളെടുത്തു. ഇനി അടുത്തതിൻ്റെ മുകളിലൂടെ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ, അതായത് ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് വരുന്ന സ്റ്റിച്ചസിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ റിബൺ കോർത്തെടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് പോവാണ്. ഇപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ളതിൻ്റെ മുകളിലൂടെ വരും.
ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലീഫ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേസി ഡേസി സ്റ്റിച്ചിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ സെയിം സ്റ്റിച്ച് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലീഫ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുത്തിയെടുക്കുക, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കോർത്തെടുക്കുക, എന്നിട്ട് തിരിച്ചു കുത്തുക. ഓക്കെ, ഇതാണ് ഒരു ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതേപോലെയുള്ള ലേസി ഡേസി സ്റ്റിച്ചുകൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലീഫ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ലേസി ഡേസി സ്റ്റിച്ച് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലീഫ് കംപ്ലീറ്റ് ആവും. ഇനി ഇതിലത്തെ എല്ലാ ലീഫുകളും നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്ലവറും ലീഫും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി ലീഫിൻ്റെ സ്ഥലത്ത് കൂടി നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫുൾ ഫ്രോക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത വർക്ക് നമുക്ക് കാണാം. ഒപ്പം തന്നെ അംബ്രല്ല കട്ടിങ്ങിലാണ് ഈ ഒരു ഫ്രോക്ക് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ലീവ് കുറച്ച് വെറൈറ്റി ആയിട്ട് വേണമെന്നവർ പറഞ്ഞതുകൊണ്ട് തന്നെ അംബ്രല്ല സ്ലീവാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ നല്ലോണം വീണ് കിടക്കുന്ന ടൈപ്പ് സ്ലീവാണ്. അതിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, അടിഭാഗത്തായിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോട്ട് നെക്ക് വന്നിട്ട് നെക്കിലും പൈപ്പിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അധികം ബോഡി വർക്ക് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണ്. അവരെ ഹൽദി കല്യാണത്തിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിച്ച ഒരു ഫ്രോക്കാണത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഫുൾ കണ്ടതിന് ഒരു ബിഗ് താങ്ക്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.